ശ്രീമതി ദീപ അനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വരെ ചോദിച്ചിരുന്ന ചോദ്യം എവിടെയായിരുന്നു CPM-ന്റെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേതാക്കന്മാർ ചോദിച്ചത്. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ തന്നെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? സ്വരാജ് എത്തുമ്പോൾ എന്തായിരിക്കും? ഒരു ഇഞ്ച് പോലും കുറവ് ആത്മവിശ്വാസത്തിന് വന്നിട്ടില്ല. മറിച്ച് നല്ലൊരു മത്സരം നടക്കട്ടെ. ഈ ഒരു സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനങ്ങൾക്കുള്ള എതിർപ്പ് എത്രത്തോളമാണെന്ന് സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചുകൊണ്ട് അവരത് തിരിച്ചറിയട്ടെ എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ഞങ്ങളതിൽ കാണുന്നത്. തീർച്ചയായിട്ടും അവരവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ജനവികാരം എത്രത്തോളമാണെന്നും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെയും അതോടൊപ്പം തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെയും വിധി ഇത് തന്നെ ആയിരിക്കുമെന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ അവർക്കൊരു എസ്കേപ്പിസത്തിന് ഒരു വഴിയില്ലാത്ത രീതിയിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെ നിർത്താതെ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് പരാജയം ഏറ്റുവാങ്ങുമ്പോഴാണ് ഈ ഭരണവിരുദ്ധത എത്രത്തോളം ജനങ്ങൾ സഹികെട്ട് വോട്ട് ചെയ്യുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഫലം എന്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവർക്ക് കിട്ടുന്നതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവരുടെ സ്വന്തം ചിഹ്നത്തിൽ അവരുടെ സ്വന്തം ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് പോരാട്ട വീര്യം കൂടിയിട്ടേ ഉള്ളൂ. ഒരു ഇഞ്ച് പോലും ഞങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞിട്ടുമില്ല. അത് ഞങ്ങളുടെ നേതാക്കന്മാർ ആദ്യം തൊട്ട് പ്രകടിപ്പിച്ചത് ഇന്ന് ഓരോ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ആത്മവിശ്വാസം.